ശോശാമ്മ ഇത്ര കറി ഉണ്ടോടി? ഇല്ലല്ലോ ശോശാമ്മ, മക്കളൊക്കെ തീർത്തു കറി. എടി അന്ന് ഞാൻ പോവാ. ശരി. അയ്യോ ഫാത്തിമേ പോവല്ലേ, നിക്ക്. എന്താണ് ശോശാമ്മ വിളിച്ചത്? എടി നിക്കടി, ചായ കുടിച്ചിട്ട് വന്നു. എന്നാലും വന്നേല്ലേ, വാ കയറി ഇരിക്കും. ഇല്ല എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ കുടിച്ചോ. എന്താടി ചായ കുടിക്കാത്ത? എന്നാ ശരി. വേണ്ടേ? അതിലൊക്കെ ഒരു ചായ എടുത്തോ. ഓ ഞാൻ വിചാരിച്ചു അവള് പോവായിരിക്കും. എന്നാലും നീ കൊടുക്കാതെ നിവൃത്തിയില്ല. ആ പണ്ടാരം അവള് പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ ഫാത്തിമ കയറി ഇങ്ങോട്ട് ഇരിക്കുക. ഞാൻ ചായ ഇട്ടിട്ട് വരുന്നു, ഇങ്ങോട്ട് കയറി. ഞാൻ സക്സസ് ആയി. നീ വീട്ടിൽ പോയിട്ട് ഒരു ചായ ഇങ്ങോട്ട് ഇടണ്ടല്ലോ. ഓ ഞാൻ അവിടെ പോയി വേഗം ഇങ്ങോട്ട് ഇരിക്കട്ടെ. പോൾ എന്താണ് ചായ കൊണ്ട് വരത്തെ? തണുപ്പത്ത് ചായ കുടിക്കാൻ കൊതിയാവണു. എടി ഇപ്പഴാ ഞാൻ ഓർക്കുന്ന ചായപ്പൊടി ഇല്ലെന്ന്. കൂടി വന്ന ശരി, ഞാൻ പോവാ. പക്ഷെ എൻ്റെ പ്ലാൻ എല്ലാം പോയി. ഈ വീട്ടിൽ പോയിട്ട് ചായ ഇടണം. ഭയങ്കര തണുപ്പാണ്. വീടാണെങ്കിൽ ഇത്ര ദൂരം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നടന്നു. പക്ഷെ ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ നല്ല എനർജി ഉണ്ടായി. എന്താ ഞാൻ അവളോട് ഒരു 20 രൂപ ചോദിക്കാം. എപ്പോഴെങ്കിലും കൊടുത്താൽ മതിയല്ലോ. ചോദിച്ചേക്കാം. ഒന്നും നല്ലൊരു ചായ കുടിച്ചു കൂടെ. എടി ശോശാമ്മ, നിന്റെ 20 രൂപ എടുക്കാനുണ്ടോടി? എന്തിനാടി നിനക്ക് 20 രൂപ? പിന്നെ ശോശാമ്മ പോകുന്ന എനിക്കൊരു ചായ കുടിക്കാനായിരുന്നു. എന്നാ പിന്നെ ഞാൻ 20 രൂപ നോക്കട്ടെ ശോശാമ്മ. ഇത് സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും കിട്ടിയ പോകുന്നതായിരിക്കും ചായ. എന്തായാലും നല്ല ചൂട് ചായ കുടിക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂട് ചായയും പക്കാവടയും തിന്നാം. ഇതിൻ്റെ ശേഷം എൻ്റെ ഭർത്താവ് ദുബായിലായോണ്ടേ ക്യാഷൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം തന്നേനെ. റെഡി ഒന്നും സാരില്ലടി, ഞാൻ പോവാ. അപ്പോഴേ എനിക്കറിയാമായിരുന്നു അവനെ ഭയങ്കര പിശിക്കാന്ന്. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എൻ്റെ പ്ലാൻ എല്ലാം പോകണം. ഇനി പോകും, വീട്ടിൽ ചെന്നിട്ട് ചായ ഇട്ടണം. എന്തൊരു കഷ്ടം.